ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചക്ക ഇട്ട് കൊണ്ടുവന്ന് വെച്ചു, രണ്ടായിട്ട് മുറിച്ചു. അതിൻ്റെ പകുതി എടുത്തിട്ടാണ് കൂട്ടാൻ വയ്ക്കുന്നത്. ഇത് അടിപൊളി നല്ല ചക്കയാണ്, നല്ല ചുള. അപ്പോൾ ചുള മാത്രം എടുത്തിട്ടാണ് കൂട്ടാൻ വയ്ക്കുന്നത്, അല്ലാണ്ട് വേറൊന്നും അതിൽ എടുക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കൂട്ടാനും. അപ്പോൾ ചുള പറിച്ചിട്ട് പാത്രത്തിൽ വെച്ച് അതിൻ്റെ ശേഷം അരിയാൻ വിചാരിച്ചിട്ട് ചുളയൊക്കെ പറിക്കുകയാണ്. പിന്നെ ഇതൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് നമ്മൾ പാത്രത്തിലാക്കി വെച്ചു. ഇനി കൽച്ചട്ടിയിലാണ് കൂട്ടാൻ വയ്ക്കുന്നത്, അതും വിറക് അടുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇനി കൂട്ടാൻ ടേസ്റ്റ് കൂടുതലാവും. അപ്പോൾ ഇതിലൊരു 8-10 ചക്കക്കുരു കൂടെ ഞാൻ മുഴുസായിട്ട് അതിലിട്ടിട്ടുണ്ട്. അത് ഇതിൽ ചക്കക്കൂട്ടാനിലൊക്കെ അങ്ങനെ ഇതായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു, പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2-3 പച്ചമുളകും കൂടെ കീറി ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ പച്ചമുളക് കൂടെ കീറിയിടാം. ആവശ്യത്തിന് ഇത്രയേ പണിയുള്ളൂ. ഇത് ചക്കക്കൂട്ടൻ ഞങ്ങൾ സിമ്പിളായിട്ട് ഇത് ഉള്ളത്, ഈസിയാണ്, വേഗം നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. ബാക്കി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗമാവും. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു. ഇനി ഇത് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റ് കൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് ഓലയൊക്കെ വെച്ചിട്ട് അടുപ്പ് കത്തിക്കുക. അപ്പോൾ അങ്ങനെ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ വിറകടുപ്പ് ആയതുകൊണ്ട് ഇത് വേഗം നമ്മൾക്കാവും. ഒരു 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് നല്ല വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗമാവും. ഇനി ഇത് നമുക്ക് വറുത്തിടാനുള്ളത് ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, അത് തോല് കളഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഇത് കൂട്ടാനത് നമ്മൾക്കൊന്ന് നോക്കി, അപ്പോൾ മുക്കാൽക്കും ആയിരിക്കുന്നു കൂട്ടാൻ, നല്ല വെന്ത് വന്നിരിക്കുന്നു. ഇനി ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു. അതിലേക്ക് ഇനി ഒരു 2-3 ചുമന്ന മുളകും കൂടെ പൊട്ടിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് കൂട്ടാൻ ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് വറുത്തിടേ വേണ്ടുള്ളൂ. അപ്പോൾ അത് കൂട്ടാൻ ആയി കഴിഞ്ഞ് ഇനി ഇത് ഇറക്കി വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ടൊക്കെ ഒന്ന് നല്ല ഇളക്കി വെച്ചാൽ ആ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് ചുടുക്കൻ ഇതിൽ ഒന്ന് ഇറങ്ങിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകൊക്കെ അതിലേക്ക് ഇട്ട്, കടുക് പൊട്ടിയതിൻ്റെ ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഇട്ട് അതിലേക്ക് കൊട്ടാം. അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ, കഞ്ഞിയും ചക്ക കൂട്ടാനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചക്കയുടെ കാലമൊക്കെ കഴിയാറായിരിക്കുന്നു, കർക്കിടക മാസമൊക്കെ ആയി. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യുക. ഇനി ഇതേമാതിരിയുള്ള വീഡിയോകളായിട്ട് വരാം. താങ്ക് യു.